7/10 എന്നുള്ളൊരു ഭിന്നസംഖ്യയാണ്. വേറൊരു ഭിന്നസംഖ്യയാണ് 2/3. വേറെ ഭിന്നസംഖ്യയാണ് 2/3. വേറൊന്നാണ് 4/5. നിങ്ങൾ എഴുതിയെടുക്കാം കേട്ടോ, ഞാൻ എഴുതുന്നത്. വേറൊന്നാണ് 8/11. അപ്പൊ ഇതില് ഏതാണ് വലുത് എന്നാണ് ചോദ്യം. 7/10 ഉണ്ട്, 2/3 ഉണ്ട്, 4/5 ഉണ്ട്, 8/11. ഇതിലേതാണ് വലുത്? ഇങ്ങനെ വരുമ്പോ നമ്മൾ എലിമിനേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ഉത്തരങ്ങൾ എഴുതുന്നതിന് പല ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലൊന്നാണ് എലിമിനേഷൻ. ഇതിൽ ചിലത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. എങ്ങനെ? ഉദാഹരണം 2/3 അല്ല, വേണ്ട, അത് ഗുണിക്കലൊക്കെ ഓക്കെ. അതിൻ്റെയൊക്കെ മുന്നേ ചിലത് നമുക്ക് ഒഴിവാക്കാം. എല്ലാം കൂടി ഗുണിക്കാനുള്ള സമയം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് 2/3 4/5. 2/3 4/5 എന്താ പ്രത്യേകത? 2, 3 അടുത്തടുത്ത സംഖ്യകളാണ്, 4ഉം 5ഉം അടുത്തടുത്ത സംഖ്യകളാണ്, അല്ലേ? അങ്ങനെ വരുമ്പോ സംഖ്യകളുടെ വലിപ്പം കൂടുമ്പോ എന്താ സംഭവിക്കുക? ആ സംഖ്യ ആയിരിക്കും വലുത്, അത് യാതൊരു സംശയമില്ല. ഇപ്പൊ 1/2 അതിനേക്കാൾ വലുത് തന്നെയാണ് എന്ത്? 2/3. അതിനേക്കാൾ വലുതാണ് 4/5. അതിനേക്കാൾ വലുതാണ് 5/6. അത് യാതൊരു സംശയമില്ല. അല്ല, ആൻസർ അവിടെ നിൽക്കുമോ? ഞാൻ പറയുന്നത് ഒരു റൂട്ട് മനസ്സിലാക്കൂ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചില എലിമിനേഷൻ ആദ്യം നടത്താം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2/3 4/5 മാത്രം നമ്മൾ കമ്പയർ ചെയ്തു. ഏതാ വലുത്? 4/5 ആണ്, യാതൊരു സംശയമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വലുത്. 2/3 4/5 തട്ടിച്ചു നോക്കുക. എന്താണ് 4/5? ഇനി 2/3 ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ തന്നെയാണ് 7/10 8/11. എന്താ പ്രത്യേകത? അംശം ഒന്ന് കൂടി, ഛേദവും ഒന്ന് കൂടി. 7/10 8/11. അംശം 7, ഛേദം 10ൽ നിന്ന് 11 ആയി. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? വലുതാണ് 8/11 അവിടെ വലുത്, സംശയമൊന്നും വേണ്ട. കാരണം ഛേദം ഒന്ന് കൂടിയപ്പോ തന്നെ അംശം കൂടുന്നതിനനുസരിച്ച് കൂടും. അപ്പൊ തീർച്ചയായിട്ടും ഇനി ആര് തമ്മിലെ മത്സരമുള്ളൂ? 4/5 8/11 മാത്രമേ മത്സരമുള്ളൂ. ബാക്കിയുള്ള 2 തട്ടിക്ക് പോയി. അപ്പൊ ഇനിയാണ് ജിതിൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? 4/5 ആണോ വലുത്, 8/11 ആണോ വലുത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? 11 4 44. 11 4 8 5 40. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ തീർത്തിട്ട് പോകണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എലിമിനേഷൻ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ എലിമിനേഷൻ ഉണ്ടാവും. 1 2 ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാം. വെറുതെ അതിന്റെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല. അത് പന്തോറും നമ്മുടെ ഒരു ലോജിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് രക്ഷപ്പെടാം. അല്ലാതെ ഇത് മുഴുവൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഏതാണ് വലുത്? 4/5 ആണ്. കാരണം അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഉത്തരം വലുതായത് ഏതിന്റെ അംശമാണോ, അല്ലെങ്കിൽ ഏതാണോ അതിന്റെ അംശം, അതാണ് നമുക്ക് വലുത്. അതായത് 11 4 44. 8/11 ഛേദം 11, 4/5 അംശം 4.
അപ്പൊ ഛേദത്തെ അംശം കൊണ്ട് ഗുണിച്ചു ക്രോസ് ആയിട്ട് 11 4 44. അതേപോലെ മറ്റതിലെ ഛേദത്തെ ഇതിന്റെ അംശം കൊണ്ട് ഗുണിച്ചു. അപ്പൊ 8 5 40. ഒന്ന് ഉത്തരം 44 എന്ന് കിട്ടി, മറ്റൊന്ന് 40 എന്ന് കിട്ടി. അപ്പൊ തീർച്ചയായും 44 വലുത്. അപ്പൊ 44 എവിടെ ഗുണിച്ചപ്പോഴാണ് കിട്ടിയത്? 4 × 11. 4 × 11 ആയതുകൊണ്ട് തന്നെ 4 അംശമായി വരുന്നത് ഏതാണുള്ളത്? 4/5. അപ്പൊ 4/5 അതിലെ വലുത്. അപ്പൊ നമ്മൾ ആൻസറിലേക്ക്. ഇനി ഇതിൽ തന്നെ ചിലപ്പോൾ വേറെ തമാശകൾ ഉണ്ടാവും. ചിലപ്പോൾ ചിലത് വിഷമ ഭിന്നായിരിക്കും. വിഷമ ഭിന്നം സാധാരണ ഭിന്നം നോക്കിയാൽ ഏതാവും വലുത്? വിഷമ ഭിന്നം സാധാരണ ഭിന്നം ഏതാവും വലുത്? സാധാരണ ഭിന്ന അല്ല, തീർച്ചയായും വിഷമ ഭിന്നാണ്. സംശയം എന്താ? കാരണം വിഷമ ഭിന്നം മിശ്ര ഭിന്നം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്നിനേക്കാൾ കൂടുതലാണ്, ഒന്നിനേക്കാൾ വലുതാണ്. ഒന്നിനേക്കാൾ വലുതായ പിന്നെ ഭിന്നസംഖ്യകളാണ് ഏതൊക്കെ? വിഷമ ഭിന്നവും മിശ്ര ഭിന്നവും. ഇംപ്രോപ്പർ പിന്നെ ഫ്രാക്ഷൻ എന്ന് പറയും, മറ്റത് മിക്സഡ് ഫ്രാക്ഷൻ. രണ്ടും ഇത് ഒന്നിനേക്കാൾ വലുതാണ്. ഉദാഹരണങ്ങൾ വേണോ? അറിയുന്ന കാര്യങ്ങളല്ലേ. എന്താണ് വിഷമ ഭിന്നം, എന്താണ് മിശ്ര ഭിന്നം? ഒന്നുമില്ല, ഛേദം ചെറുതും അംശം വലുതുമായ എന്താണ്? അതാണ് വിഷമ ഭിന്നം. 8/7 8/7 അത് വിഷമ ഭിന്നാണ്. കാരണം 8 വലുതും 7 ചെറുതുമാണ്. അത് തീർച്ചയായിട്ടും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി മിശ്രഭിന്നം ഏതാ വരിക? മിശ്രഭിന്നം നിങ്ങൾക്ക് അറിയുന്ന ഏതൊക്കെയുണ്ട്? 2 3/4 2 3/4 ഇതെന്താ? അത് മിശ്രഭിന്നാണ്. ഇങ്ങനെ മിശ്രഭിന്ന വിഷമഭിന്നൊക്കെ സാധാരണ ഭിന്നത്തിന്റെ കൂടുതൽ വന്നാല് പിന്നെ തീർച്ചയായും മിശ്രഭിന്നവും വിഷമഭിന്നവും വലുത്, യാതൊരു സംശയമില്ല. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചിലതിലൊക്കെ എലിമിനേഷൻ നിങ്ങൾക്ക് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ഒന്ന് നോക്കിയിരുന്നാൽ മതി. പിന്നെ ചിലപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം, അരയുമായിട്ട് കമ്പയർ ചെയ്യാം. അരയേക്കാൾ കൂടുതൽ, 1/2 കൂടുതൽ, അല്ലെങ്കിൽ പകുതിയേക്കാൾ കൂടുതൽ അംശവും ഛേദവും തമ്മിലൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയും കിട്ടാറ് ക്വസ്റ്റ്യൻസിന്. അപ്പൊ ചില ലോജിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മാത്സ് പഠിക്കാം. അങ്ങനത്തെ ട്രിക്കുകളിലൂടെയാണ് ഇനി നമ്മൾ മുന്നോട്ട്. കണ്ടന്റ് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഞാൻ ഇനി പറയൂ. കാരണം നമുക്ക് വേണ്ടത് ദേവാനന്ദൻ ചോദിക്കേണ്ട എക്സാമ്പിൾസ് തീർച്ചയായിട്ടും തരാം. നമ്മൾ പിന്നെ ഇപ്പൊ സാമ്പിൾ ആണ് പോണത്. ഞാൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ ചെയ്ത്, അതല്ല നല്ലത്. അത് ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനി വേണം. എക്സാമ്പിൾസ് തരാം, പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നാൽ പോരെ? പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. എന്താ വേണ്ടത്? മതി, ദേവനന്ദൻ പറയുന്നത് മതി. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു തരാം, അതൊന്നും കുഴപ്പമില്ല. പ്രോബ്ലംസ് ഇതേപോലെ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് നമ്മൾക്ക് ഭിന്നസംഖ്യയിൽ കാര്യമായിട്ട് വരുന്നത് ഏതാണ് വലുത് ഏതാണ് ചെറുത്. പിന്നെ വരുന്നത് ഏതാ? പിന്നെ സങ്കലനം, വ്യവകലനം, ഗുണനഹരണം പോലെ ചെറുത്. പിന്നെ ചില ടെക്നിക്കുകളിൽ വരുന്നത് അത് പിന്നീട് വേണം. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണ് അടുത്തൊരു പ്രശ്നത്തിൽ പ്രോബ്ലത്തിലേക്ക് പോയിക്കൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സങ്കലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ എഴുതിത്തരാം. 1/5 പ്ലസ് 2/5 2/5 പ്ലസ് 3/5 .
3/5 പ്ലസ് 4/5. ഇതാണ് ചോദ്യം. 1/5 പ്ലസ് 2/5 പ്ലസ് 3/5 പ്ലസ് 4/5. ഇത് ആഡ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്, കൂട്ടാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്കറിയാം ഏതൊക്കെയാണ്. 1/5 സാധാരണ ഭിന്നാണ്. വളരെ ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കോളൂ. പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 1/5. മറ്റേതൊക്കെ ഏതാണ്? 2/5 മിശ്ര ഭിന്നാണ്. 3/5 മിശ്ര ഭിന്നാണ്. ഇത് 3/5 ഒരു 3 എക്സ്ട്രാ ഉണ്ട് അല്ലേ? 3/5 മിശ്ര ഭിന്നാണ്. 4/5 മിശ്ര ഭിന്നാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നും ആലോചിക്കരുത്. ആദ്യം സംഖ്യകൾ കൂട്ടണം. സംഖ്യകൾ കൂട്ടുക. ഏതൊക്കെ സംഖ്യകള്? 2, 2, 3, 5, 5, 4, 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ 1/5 അല്ല സാറേ? ഏതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം വരുന്ന 1/5 അല്ല, വെറും 1/5. അവിടെ 1/5 വെറും 1/5. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ആൻസർ ഇപ്പൊ എത്ര കിട്ടി? 3, 2, 5, 5, 4, 9. 9 കിട്ടി. 9 കിട്ടി. ആയിക്കോട്ടെ. 9 സമമാണല്ലോ ചിഹ്നം. 9 എന്ന ആൻസർ കിട്ടി. ഇനിയുള്ള പ്രശ്നം എന്താ? ഭിന്നസംഖ്യകൾ കൂട്ടണം. ഭിന്നസംഖ്യകൾ കൂട്ടാനുള്ള ഒരു ഗുണം എന്താ? ഇതിൽ വേറെ ഗുണം ഉണ്ട്. എന്താ? ഛേദങ്ങൾ തുല്യാണ്, വളരെ തുല്യാണ്. അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻസറുകൾ തമ്മിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. അപ്പൊ എന്ത് കിട്ടി? 10/5. 1, 2, 3, 3, 3, 6, 6, 4, 10. അംശങ്ങൾ കൂട്ടിയപ്പോ 10 കിട്ടി. അംശങ്ങൾ കൂട്ടിയപ്പോൾ 10 കിട്ടി. ഛേദം തന്നെ 5 എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? 9, 10/5. 10/5 എന്നുള്ളത് വിഷമ ഭിന്നാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പക്ഷെ 10/5 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? 10ന് 5 കൊണ്ട് ഹരിക്കുക എന്ന അർത്ഥമുണ്ട്. ഇതൊക്കെ എന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഹരണമാണ്. 1/5 എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. അതിൽ ഭിന്നസംഖ്യയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 1നെ 5 കൊണ്ട് ഹരിക്കുക എന്നുള്ളതും അർത്ഥമുണ്ട്. മനസ്സിലായി? 1/5 1നെ 5 കൊണ്ട് ഹരിക്കുക, 2/5 2നെ 5 കൊണ്ട് ഹരിക്കുക, 3/5 3നെ 5 കൊണ്ട് ഹരിക്കുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അപ്പൊ എന്ത് കിട്ടി? 2/1 കിട്ടും. 2/1 തന്നെ 2. 10ന് 5 കൊണ്ട് ഹരിച്ചാൽ 2. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൊത്തത്തില് 18. 18 കിട്ടില്ല. അത് ഗുണനല്ല, 6 പ്ലസ് വരൂ അല്ലേ? പ്ലസ് ആണ്. മിശ്രഭിന്നത്തിൽ ശ്രദ്ധിക്കണം. 2, 2/5 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 2/5 എന്നാണ്. 2ഉം 2/5 കൂട്ടിയതാണ് 2, 2/5. 2 × 2/5 അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ വെച്ചാൽ നോട്ട് ചെയ്തു. 3, 3/5 3 പ്ലസ് 3/5. 3 പ്ലസ് 3/5. ഇതിന്റെ സെന്ററിൽ ചിഹ്നം ഇല്ലെങ്കിൽ അവിടെ പ്ലസ് എന്നാണ് അല്ലേ? ആ പ്ലസ് ആണ്. പ്ലസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ എഴുതും. അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ 18 എടുത്ത് പറഞ്ഞേ. ആ തെറ്റാണത്. 18 അപ്പൊ എത്ര കിട്ടി നമുക്ക്? 11. 9 പ്ലസ് 2. 9 പ്ലസ് 2 എത്രയാ? 11 കിട്ടും. 11 ആണ്. 11. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പൊ കണ്ടന്റ് ഇടയിൽ കയറി വരുന്ന നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ? ഇപ്പൊ മിശ്രഭിന്നം വന്നു, വിഷമഭിന്നം വന്നു അല്ലേ? ഇങ്ങനെല്ലാം കണ്ടന്റ് ഇതിന്റെ ഇടയിൽ കൂടി കയറിക്കോളും. നമ്മൾ കണ്ടന്റ് സെപ്പറേറ്റ് ആയി പഠിക്കുമ്പോൾ എന്താണ് കുഴപ്പം?
ആ പഠനം പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കിട്ടിക്കോളണം. അപ്പൊ പ്രോബ്ലം ചെയ്യുക, അപ്പോഴേ ബ്രെയിൻ സ്റ്റോമിങ് നടത്തണം, നമ്മുടെ ബുദ്ധി കൂടുതൽ പ്രവർത്തിക്കുക, ആ പ്രശ്നം എങ്ങനെ തീർക്കണം. സാറേ ഇത് വേറെ രീതിയിലും ചെയ്യാൻ പറ്റില്ല അല്ലേ? പറഞ്ഞോളൂ. എളുപ്പം ഇതാ. ഇത് ഇത്രയല്ലേ ഉള്ളത്, ഇതിലിപ്പോ എന്താ വേറെ പ്രശ്നമുള്ളത്? വേണമെങ്കിൽ നമുക്ക് വിഷമ ഭിന്നാക്കി എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ ഹരിച്ചിട്ടൊക്കെ വേണ്ട, അതിന്റെ ആവശ്യം. ഇവിടെ നമ്മളെപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നിങ്ങൾ PSC പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം നന്നായി വായിക്കണം, മനസ്സിലാക്കണം. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ചോദ്യം നന്നായി മനസ്സിലാക്കണം, എന്നാലേ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഇവിടെ നിങ്ങൾ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ വെറുതെ എന്തിനാ വിഷമം പിന്നാക്കാൻ നിൽക്കണത്? വെറുതെ നമ്മളെ സമയം കളയണം. ഇവിടെ നോക്കൂ, 1/5, 2/5, 3/5, 4/5 ഒക്കെ ഛേദ 5 അപ്പൊ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഒരു പണി അവിടെ ഇല്ല. ഛേദം വ്യത്യസ്തമാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. വ്യത്യസ്തമാണെങ്കിൽ ചിലപ്പോ അതിന് തമ്മിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ ലസാഗു കണ്ടിട്ട് LCM കണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് നിങ്ങൾ PSC പരീക്ഷ എഴുതുന്ന നല്ല കോൺഫിഡൻസോട് കൂടിയേ പോകാവൂ. വളരെ കോൺഫിഡന്റ് ആവണം. നമ്മൾ കിട്ടിയ അടങ്ങും എന്നുള്ളൊരു വാശി ഉണ്ടാവും. അതിന് വേണ്ട ടെക്നിക്കുകൾ വേണമെങ്കിൽ അപ്പൊ പറഞ്ഞു തരും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ, ഒന്നും ചെയ്യൂ. എന്തായാലും വേണം സാറേ. ടെക്നിക്കുകളൊക്കെ എന്തായാലും വേണമെന്ന് പറയാം. ടെക്നിക്ക് തരുമോ? എന്താ സംശയം? മെമ്മറി ഏത് ടെക്നിക്ക്, ഞാൻ എല്ലാ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു മനുഷ്യനാ, അതൊന്നും വിഷയമല്ല. പക്ഷെ കൂടെ വേണം, അതെനിക്ക് നിർബന്ധം. കാരണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിന് ഡിമാൻഡ് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധം. അല്ല, കുറച്ച് വെച്ച് മുന്നോട്ട് പോയിക്കൂടെ? ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യട്ടെ. നോക്കട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്ന് നോക്കട്ടെ, അതിനനുസരിച്ചിട്ടല്ലേ. കാരണം നമ്മൾ തുടർച്ചയായിട്ട് ആളുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മളത് നിർത്തില്ല. അല്ല, ഒരു ദിവസം വരുന്ന 2 ആളോ ഓക്കെ, കുഴപ്പമില്ല, സംഭവിക്കും. ചിലപ്പോൾ ഒരാളൊക്കെ വന്നു, കാരണം എന്താ, ചിലപ്പോൾ നമ്മളെ പല ഇഷ്യൂസ് കൊണ്ട് വന്നില്ല എന്നൊരു കുഴപ്പമില്ല, അത് വിഷയം. പക്ഷെ തുടർച്ചയായിട്ട് ആളുകൾ കുറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഡിമാൻഡ് ഇല്ല എന്നാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല, ആ പണി ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം അറേഞ്ച്മെന്റ് ചെയ്യണം, എന്റെ സമയം എത്ര നഷ്ടപ്പെടുന്നുണ്ട് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അതിനൊരു വാല്യൂ നിങ്ങൾ തരണം, തന്നേ തീരും. ഇല്ലെങ്കിൽ ഞാൻ പിന്മാറും, അത് സംശയമില്ല. നിങ്ങൾ നോക്ക്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അംശങ്ങൾ തുല്യമാണ്, വേറെ ഒന്നും ആലോചിക്കേണ്ട. അടുത്തത് ഇപ്പൊ ചെയ്യാനൊരു ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും ഇതിൽ എഴുതാൻ ചെറിയൊരു വിഷമമുണ്ട്. നിങ്ങൾ പ്രോബ്ലം എഴുതിക്കോളൂ. 7/9 7/9 മൈനസ് 10/18. അതിന്റെ ഹോൾ സ്ക്വയർ, അതിന്റെ സ്ക്വയറാ വേണ്ടത്. 7/9 10/18 കുറച്ചതിന്റെ സ്ക്വയർ ആണ് കാണുന്നത്. എങ്ങനെ ഉണ്ടാവും പ്രോബ്ലം? നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ആ കാര്യങ്ങളിലാണ് പോകേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായോ? ഈ 10/18 പറഞ്ഞാൽ എന്താ അർത്ഥം? 5/9 എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ആദ്യം ഒരു കാര്യം എഴുതിത്തരാം. 1/2 1/2 1/2 അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് തന്നെയാണ്. അപ്പൊ 1/2 നമ്മൾ എന്ത് ചെയ്തു? 1നെ 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എത്ര കിട്ടി? അംശത്തെ 100 കൊണ്ട് ഗുണിച്ചു, എത്ര കിട്ടി? 100 എന്ന് കിട്ടി. 1/2 1നെ 100 കൊണ്ട് ഗുണിച്ചപ്പോ 100 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി?
സർ 16/81 ആൻസർ. ഓക്കെ ഓക്കെ നോക്കാം. അത് ശ്രദ്ധിക്കും. ഇതിന്റെ ഒരു ഐഡിയ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം. 1/2 എന്ന് പറയുന്നതിനെ 1നെ 100 കൊണ്ട് ഗുണിച്ചു. നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ 1നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? 2നെയും 100 കൊണ്ട് ഗുണിക്കണം. 100/200 എന്ന് കിട്ടി. 1/2 എന്ന് പറയുന്നത് 100/200 എന്ന് പറയുന്നത് ഒരേ സംഖ്യയാണ്, ഒരേ തുല്യമായ ഭിന്നസംഖ്യയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഗുണിക്കാം, ഇഷ്ടമുള്ളതുകൊണ്ട് ഹരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ വെട്ടിച്ചെറുതാക്കുക എന്നൊക്കെ പറയും. എന്താ ഈ വെട്ടിച്ചെറുതാക്കുക? അവിടെ ഹരണം നടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്നു, അപ്പൊ വെട്ടിച്ചെറുതാക്കുക എന്ന് പറയും. ഇപ്പൊ 100/200 100നെ 100 കൊണ്ട് ഹരിച്ചു, അപ്പൊ 1 കിട്ടി. 200നെ 100 കൊണ്ട് ഹരിച്ചു, അപ്പൊ 2 കിട്ടി. അപ്പൊ 1/2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 10/18നെ എന്തെഴുതാം? 5/9 എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടി? 7/9 എന്ന് 5/9. എന്താണ് പ്രശ്നം? ഛേദങ്ങൾ തുല്യമാണ്. ഛേദങ്ങൾ തുല്യമായാൽ എന്താണ്? അംശത്തിൽ നിന്ന് അംശം കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 7/9 ന്ന് 5/9 അല്ല 5/9 കുറച്ചാൽ 2/9 എന്ന് കിട്ടും. 2/9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1/2 സ്ക്വയർ എങ്ങനെ കാണുക? 1നെ സ്ക്വയർ ചെയ്യുക, 2നെ സ്ക്വയർ ചെയ്യുക, അത്രേ ഉള്ളൂ. 1നെ സ്ക്വയർ ചെയ്താൽ 1, 2നെ സ്ക്വയർ ചെയ്താൽ 2. അല്ല സോറി 4. ആൻസർ 16/81 സാർ. ഒരു മിനിറ്റ് നിൽക്കും, ഇതൊന്ന് ക്ലിയർ ആയിക്കോട്ടെ. സംശയം, കാരണം ഇതുമായിട്ട് കണ്ടക്ട് പലർക്കും സംശയമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. 1/2 സ്ക്വയറിന് 1ന്റെ സ്ക്വയർ കാണുക, 2ന്റെ സ്ക്വയർ കാണുക. 1ന്റെ സ്ക്വയർ കാണുമ്പോൾ 1, 2ന്റെ സ്ക്വയർ 4. അപ്പൊ 1/4. 1/2ന്റെ സ്ക്വയർ ആണ് 1/4. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ എത്ര കിട്ടിയത്? 2 അല്ലെ? 2/9. 2/9. 2/9 സ്ക്വയർ എങ്ങനെ കാണുക? 2ന്റെ സ്ക്വയർ എത്രയാ? 4. 4 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ നമ്മൾ 4 എന്ന് എഴുതി. 9ന്റെ സ്ക്വയർ 81. ഇപ്പൊ ആൻസർ എന്താണ്? 4/81. അതാണ് ആൻസർ. അല്ല സാറേ, ഇത് കുറയ്ക്കുമ്പോ 4/18 അല്ലേ കിട്ടുക? അത് വെട്ടി ചുരുക്കിയിട്ടാണോ പിന്നെ സ്ക്വയർ കാണേണ്ടത്? വെട്ടി ചുരുക്കാലോ, ചുരുക്കിയിട്ട് കുറയ്ക്കാലോ നമുക്ക്. എന്തിനാണ് ഈ പഴട്ടിക്ക് പോണത്? 10/18 5/9 എഴുതിക്കൂടെ? അങ്ങനെയാണ് 4/81. അപ്പൊ ഛേദങ്ങൾ തുല്യായില്ലേ? അപ്പൊ 7/9 കുറയ്ക്കണം 5/9. അപ്പൊ ഛേദങ്ങൾ തുല്യമായി. 2ന്റെ ഛേദം 9 ആണ്. അപ്പൊ അംശത്തിൽ നിന്ന് അംശം കുറച്ചാൽ മതി. അപ്പൊ 7ന്ന് 5 കുറച്ചു, അപ്പൊ 2 കിട്ടി. അതെന്ത് വന്നു? 2/9. 2/9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4/81. ഇപ്പൊ നമ്മൾ ഇന്ന് ആകെ 3 കണക്കുകളാണ് പോയത് അല്ലേ? ഒന്നുകൂടി വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്ത 100 രൂപയുടെ എന്ത് ഭാഗമാണ് 50 പൈസ? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ഞാൻ ചോദ്യം എഴുതിയെടുത്തോളൂ. 100 രൂപയുടെ എന്ത് ഭാഗമാണ് 50 പൈസ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 100 രൂപയുടെ എന്ത് ഭാഗമാണ്? അല്ലെ, 100 രൂപയുടെ എന്ത് ഭാഗമാണ് 1 രൂപ? 1%. ശതമാനമല്ല, ഇവിടെ ശതമാനമല്ലേ, ഇവിടെ ഭിന്നസംഖ്യ മാത്രമേ. ഇവിടെ ആൻസറിന് ശതമാനം വരില്ല. അല്ല, സാധ്യത കുറവാണ്. ഇത് പറയാൻ പറ്റും. 1% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/100 എന്നാണ്. ഇതിൽ പറഞ്ഞതൊക്കെ 1%. പക്ഷെ അതിന് ഭിന്നസംഖ്യ രൂപത്തിലേക്ക് എന്താ? 1/100. നോക്കൂ, ഇതൊക്കെ ഒന്നാണ്. ശതമാനവും ദശാംശവും ഭിന്നസംഖ്യയും എല്ലാം ഒന്നാണ്. അംശബന്ധവും എല്ലാം ഒന്നാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാം ഒരേ സാധനം. ആണെങ്കിൽ 1/100. 1/100 തന്നെയാണ് 1%. 1/100 പറഞ്ഞ വേറെ അർത്ഥം എന്താ? 1നെ 100 കൊണ്ട് ഹരിക്കാൻ അർത്ഥമുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഒരേ കാര്യത്തിനെ പല രീതിയിൽ പറയുന്നു. എന്തിനു പറയുന്നു?
നമ്മളെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ അതിന് മാറ്റുന്നു, അത്രേ ഉള്ളൂ. കണക്ക് അങ്ങനെയാണ്. നമ്മളെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ക് ഉണ്ടാക്കുന്നത്. കണക്ക് അങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് കണക്ക് രൂപപ്പെട്ടത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? 100 രൂപയുടെ എത്ര ഭാഗമാണ് 1 രൂപ? 1/100. ഒരു ശതമാനം 1/100. അപ്പൊ 50 പൈസയോ? 50 പൈസ അതിന്റെയും പകുതിയാണ്. അപ്പൊ 1/100ന്റെ പകുതി. 100ന്റെ അരഭാഗം. 100ന്റെ അരഭാഗം. 100ന്റെ അരഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/200. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് കിട്ടിയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിച്ചോളാം, ഞാൻ ഏതിനും ആൻസർ പറയും. 1/100 അല്ലേ? അതിന്റെ അരാണ്. അതിന്റെ അര. അതിന്റെ എന്ന് പറഞ്ഞാൽ എവിടെ കേട്ടാലും ഗുണിച്ചോളാം. ഇന്ത്യന്ന് എവിടെ കേട്ടാലും കണക്കിൽ അപ്പൊ ഗുണിച്ചോളാം. വേറെ ഒന്നും ആലോചിക്കരുത്. അപ്പൊ എന്ത് നമുക്ക് കിട്ടി? ഇൻറ്റു അര എന്ന് കിട്ടി. ഇൻറ്റു അര എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/100 ഇൻറ്റു 1/2. നമ്മുടെ ഇതിന്റെ ഗുണനത്തിന്റെ നിയമം എന്താ? അംശത്തെ അംശം കൊണ്ട് ഗുണിക്കണം, ഛേദത്തെ ഛേദം കൊണ്ട്. വേറെ ഒരു നിയമവും ഇല്ല. അപ്പൊ എന്താ? 1/100 അല്ല 1/1 1 1. 100 × 2 200. അപ്പൊ ആൻസർ എന്താ? 1/200. അതാണ് ആൻസർ. പറയൂ. 100 രൂപയുടെ എത്ര ഭാഗമാണ് 50 പൈസ എന്നല്ലേ? അതെ. അപ്പൊ അത് 50/100 അങ്ങനെയാണോ ചെയ്യാ? അല്ല, 50/100 ചെയ്യാം 50 രൂപയാണെങ്കിൽ. 50 രൂപയാണെങ്കിൽ 50/100 ശരിയാ. പകുതി. ഇത് 50 പൈസയാണ്. അതാ പ്രശ്നം. 50 പൈസ അല്ലെങ്കിൽ എല്ലാം പൈസയ്ക്ക് ആക്കണം. അങ്ങനെയും കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് തരണം. എല്ലാം പൈസയിലാക്കാം. അപ്പൊ 50 പൈസ. ഓക്കെ, അങ്ങനെ ചെയ്തു. നിങ്ങൾ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. 50 പൈസ ഞാൻ ഇവിടെ ചെയ്യാണ്. 50 പൈസ നമുക്ക് ഉത്തരം കിട്ടി. നമുക്ക് 50 പൈസ. 50 പൈസ. അപ്പൊ 100 രൂപ പറഞ്ഞ എത്ര പൈസയാ? 1 രൂപ 100 പൈസയാണ്. അപ്പൊ 100 രൂപ പറഞ്ഞ എത്രയാണ്? 10,000 പൈസയാണ്. അപ്പൊ 50/10,000 എന്ന് കിട്ടി. അത് വെട്ടിച്ചുരുക്കുമ്പോ 1/200 എന്ന് കിട്ടും. പേടിക്കാതെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ആദ്യം 0 ഒഴിവാക്കി 5/1000 കിട്ടും. 5/1000 എന്ന് പറഞ്ഞാൽ 1/200. അതന്നെ ആൻസർ കിട്ടിയത്. അങ്ങനെ ചെയ്യാം, ചെയ്തോളൂ, കുഴപ്പമില്ല. അത് വിഷയമല്ല. സാർ ആദ്യം പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് ആദ്യം 100 രൂപയുടെ എത്ര ഭാഗമാണ്? 1 രൂപ. അപ്പൊ 1/100. 1 രൂപയുടെ പകുതിയാണ് 50 പൈസ. അപ്പൊ അതിനെ 1/2 ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെയോ? അങ്ങനെ ചെയ്യാം. ഇന്ന് ചെയ്ത കണക്കുകൾ നിങ്ങൾ പിന്നെ നന്നായി ചെയ്ത് പഠിക്കുക. എന്നിട്ട് സംശയം, അപ്പോഴാണ് സംശയങ്ങൾ ചോദിക്കുക. ഈ കണക്കുകള് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് സംശയം ഉണ്ടാവും. ഒരാൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതേപോലെ ചെയ്ത ഒരു സംശയം ഉണ്ടാവും. അങ്ങനെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ കണക്ക് പഠനം വളരെ രസകരമാണ്. അപ്പൊ അങ്ങനെ ഇതുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ, ഞാൻ അതിന് മറുപടി തരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. Thank you, sir. Thank you, sir. Good night. Good night.